ആഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ജോലി തീർത്ത് ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഓർത്താണ് ഇന്ന് വീഡിയോ ഇടാമെന്ന്. തേങ്ങ ഒരു പകുതി തേങ്ങയുടെ പകുതി, 5-6 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു നുള്ള് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, രണ്ടിട്ടാലും എരിവ് അധികമൊന്നും ഉണ്ടാവില്ല, കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട്. തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊണ്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ മിക്സിയിൽ പെട്ടെന്ന് അരച്ചു കൊണ്ടുവരാം. കറിച്ചട്ടിയിൽ ഉലുവയും കറിവേപ്പിലയും തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരച്ചു കൊണ്ടുവരാം. ഗ്യാസ് ഓൺ ചെയ്ത് ഈ അരച്ചു കൊണ്ടുവന്ന കൂട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ കുലുക്കിയ ശേഷം ഇട്ടു കൊടുക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത്. ഇതിന് ഞാൻ നെത്തോലി മീനാണ് എടുത്തത്. ഫ്രിഡ്ജിൽ തേങ്ങ തിരുവി വെച്ചതും മീൻ കണ്ടിച്ചു വെച്ചതും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കറി ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അരി ഞാൻ താഴത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഇട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇറങ്ങാനുണ്ട്, ആശുപത്രിയിൽ പോകാൻ. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നത്. രാവിലെ ഇപ്പോൾ 7 മണിയേ ആയിട്ടുള്ളൂ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ചായ ഇട്ട് കുടിച്ചു. അത് കാണിക്കാൻ വിട്ടുപോയി, സമയം ഇല്ലാത്തതുകൊണ്ട്. ഇനി ദോശ ചുടണം. ദോശയും ചുട്ട് ചമ്മന്തിപ്പൊടി ഉണ്ട്, അതും കൂടി ചേർത്ത് കഴിച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ചമ്മന്തി ഒന്നും തേങ്ങ വെച്ച് അരക്കാനൊന്നും സമയമില്ല. ഇത് ഇനി ഇച്ചിരി നേരം അടച്ചു വെച്ച് തിളപ്പിക്കാം. 2 മിനിറ്റ് ആയപ്പോഴേക്കും കറി നല്ല തിളച്ച് വരുന്നുണ്ട്. അതിൽ 2-3 പീസ് കുറക്കാപ്പിളി ഇട്ട് കൊടുക്കും. കപ്പിളി ഇട്ട് കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഇന്നലെ മേടിച്ച് കണ്ടിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. നെത്തോലിക്ക് വേവ് കുറവായതുകൊണ്ട് ഒരു 3-5 മിനിറ്റ് കൂടിപ്പോയാൽ ഇട്ട് അടച്ചു വെച്ച് വേവിക്കും. ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കും. വളരെ പെട്ടെന്ന് മീൻകറി റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് പോലും ആയില്ല. കറി നല്ല തിളച്ച് മീനും വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറി അടുപ്പ് അടക്കാം. ഉപ്പും എരിവും നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ഹസ്ബൻഡിന് പ്രഷർ ഉള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് വളരെ കുറവാണ് ഇടുന്നത്, 1/2 ഉപ്പ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം. നല്ല രുചിയുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണം. ഇച്ചിരി നേരം കൂടി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം കറി നല്ല തിളച്ച് പരുവമായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല രുചിയുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയും ടേസ്റ്റുമുള്ള മീൻകറി വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ചെയ്തു നോക്കണം. ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം മതി ചോറ് തിന്നാൻ, വേറെ ഒന്നും വേണമെന്നില്ല. ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങായും മുളകുമാണ്. വീട്ടിൽ മീൻ കണ്ടിച്ചതും തേങ്ങ തിരുവിയതും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും എല്ലാമാണ് എനിക്ക് ഇത് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇത് പ്രചോദനം വരുന്നത്. ആരും ഇട്ടില്ലെങ്കിൽ ഒന്നും ഇടാൻ തോന്നുകയില്ല. നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഇനി വരുന്നത് വരെ ബൈ.